നിങ്ങളുടെ കല്യാണം തീരുമാനിച്ചോ? അയ്യോ നമ്മുടെ ഇവിടെ എല്ലാരും പറയണ്ടേ നിങ്ങളൊരു ഇപ്പൊ ഫിക്സ് ചെയ്തു എല്ലാം ആയി ഫിക്സ് ചെയ്തതില്ല അയ്യോ പിന്നെ ആരുമായിട്ടോ അത് വേറെ ഇത് എന്റെ ബെസ്റ്റ് ഫ്രണ്ടാണ് ജീവൻ. ഇപ്പം ഈ ഇൻഡസ്ട്രിയിൽ എനിക്ക് ബെസ്റ്റ് ഫ്രണ്ട് എന്ന് പറയുമ്പോൾ പുള്ളിക്കാരൻ മാത്രമേ ഉള്ളൂ. മെയിലിൽ നോക്കുകയാണെങ്കിൽ ഗേൾസ് സൈഡിൽ നോക്കുകയാണെങ്കിൽ ഒരുപാട് പേരുണ്ട്. ബോയ്സിന്റെ സൈഡിൽ ഇവൻ മാത്രമേ ഉള്ളൂ. അപ്പം ഈ റീല് ചെയ്യുന്നതാണെങ്കിലും ഫോട്ടോഷൂട്ട് ചെയ്യണമെങ്കിലും എവിടെയെങ്കിലും പോവുകയാണെങ്കിലും ഞാനും ജീവനും ഒരുമിച്ചൊക്കെ. അപ്പം അങ്ങനെ കാണുമ്പോൾ എല്ലാവർക്കും സ്വാഭാവികമായി അങ്ങനെ ചിന്തിക്കുമല്ലോ എല്ലാവരും. അങ്ങനെ ചിന്തിച്ചാണ് ഓരോന്ന് ഇറക്കുന്നത്. കാര്യമാണ് ഈ അനുമോളും ജീവനും തമ്മിൽ റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ളൊരു കാര്യം. ഓക്കെ, പക്ഷെ ഇവർക്കിടയിൽ പിന്നീട് എന്ത് പറ്റി എന്നുള്ളത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പോലും ശരിക്കും അറിയാത്തൊരു കാര്യമാണ്. ജീവൻ എനിക്ക് തോന്നുന്നു വേറെ ഭാര്യയും കുട്ടിയൊക്കെ ഉണ്ട്. അനുമോളുടെ ബെസ്റ്റ് ഫ്രണ്ട് തന്നെയാണ് ജീവൻ. പക്ഷേ ബിഗ് ബോസിൽ എത്തിയ സമയത്ത്, അതായത് അനുമോള് ബിഗ് ബോസിൽ ഉണ്ടായിരുന്ന സമയത്ത് ശരിക്കും ജീവൻ ഒരു വൈൽഡ് കാർഡ് കൊടുത്ത് അതിൽ കയറ്റിയിരുന്നു. അപ്പോൾ നമ്മളെല്ലാവരും ഒന്ന് ചിന്തിച്ച കാര്യമാണ് ശരിക്കും. ഇവർ തമ്മിൽ വലിയ കോണ്ടാക്റ്റോ കാര്യങ്ങളോ അങ്ങോട്ടും ഇങ്ങോട്ടും മിണ്ടുന്നതോ ഒന്നുമില്ല. അപ്പൊ തന്നെ അറിയായിരുന്നു ഇവര് തമ്മിൽ എന്തോ ഒരു ഗ്യാപ്പ് പ്രശ്നം ഉണ്ടെന്നുള്ളത്. ഇവര് തമ്മിൽ എന്തോ ഒരു വഴക്കോ കാര്യമോ പിണക്കോ എന്തോ ഉണ്ടെന്നുള്ളൊരു കാര്യം നമുക്ക് എല്ലാവർക്കും അറിയായിരുന്നു. അപ്പോൾ ഇവര് തമ്മിൽ ഇനി അങ്ങോട്ടോ ഇങ്ങോട്ടോ ഇഷ്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. അതൊക്കെ അവരുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യം. എന്നിരുന്നാലും നമ്മളെല്ലാവരും കരുതിയിരുന്നതാണ് ശരിക്കും അനുമോളും ജീവനും തമ്മിൽ ഒന്നാകുമോ എന്നുള്ളൊരു ചിന്തയിലായിരുന്നു നമ്മൾ പ്രേക്ഷകരെല്ലാവരും കേട്ടോ. അപ്പോൾ ഈ ഇന്റർവ്യൂവിന്റെ തന്നെ അടുത്തൊരു ക്ലിപ്പ് ഉണ്ട്, അത് ജസ്റ്റ് ഒന്ന് നമുക്ക് കണ്ടു നോക്കാം. എന്റെ കല്യാണം ആണോ? ആരെ കല്യാണം കഴിക്കുന്നേ? പുള്ളി പുറത്താ. അവള് മാട്രിമോണി വഴി പരിചയപ്പെട്ട ചേച്ചി. മാട്രിമോണിയൽ വഴിയോ? എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരാണ് എന്നിട്ട് കക്ഷി? പുള്ളി അങ്ങനെ ആർട്ടിസ്റ്റ് ഒന്നും അല്ല, പുള്ളി പുറത്താണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ പെട്ടെന്നായിരുന്നു എല്ലാം, വളരെ പെട്ടെന്നായിരുന്നു. പേരെന്താ? ജീവനോ? ഞാൻ പറഞ്ഞില്ലേ, എല്ലാവർക്കും ഒരു സംശയം ഉണ്ടായിരുന്നു ശരിക്കും ജീവനെയാണ് സ്നേഹിക്കുന്നത് എന്നുള്ളൊരു കാര്യം. പക്ഷെ ഈ ഇന്റർവ്യൂല് അനുമോള് പറയാതെ തന്നെ പറയുന്നുണ്ട് മാട്രിമോണി വഴി ഒരാളെ പരിചയപ്പെട്ടു, പുള്ളി പുറത്താന്നുള്ളൊരു കാര്യം. അത് മേ ബി ചിലപ്പോൾ ഇപ്പോൾ വിവാഹം കഴിച്ച ഭുവനേശ്വർ തന്നെ ആയിരിക്കാനുള്ള സാധ്യത കേട്ടോ. അപ്പോൾ വർഷങ്ങൾക്ക് മുമ്പേ ഇവര് തമ്മിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ റിലേഷൻഷിപ്പിലായിരുന്നു എന്നുള്ളതാണ്. പക്ഷെ പുള്ളിക്കാരി പറയുന്നുണ്ട് എനിക്ക് ബോയ് ഫ്രണ്ട്സിൽ ഏറ്റവും ക്ലോസ് ആയിട്ടുള്ള ഒരു വ്യക്തി ജീവനാണെന്നുള്ളൊരു കാര്യം. പക്ഷെ ഇന്ന് കഴിഞ്ഞ ദിവസം നടന്ന വിവാഹത്തിന് പോലും ഈ ക്ലോസ് ഫ്രണ്ടിനെ നമുക്ക് അവിടെ ഒന്നും കാണാൻ സാധിച്ചില്ല എന്നുള്ളതാണ്. ഇവർക്കിടയിൽ എന്തൊക്കെയോ പ്രശ്നങ്ങളോ കാര്യങ്ങളോ ഒക്കെ നല്ല പോലെ ഉണ്ടായിട്ടുണ്ടെന്നുള്ളത് ശരിക്കും വാസ്തവമാണ് കേട്ടോ. അപ്പോൾ അതെന്താണെന്ന് ഇനിയിപ്പോ മേ ബി വിവാഹമൊക്കെ കഴിഞ്ഞിരിക്കുന്ന സമയത്ത് ചിലപ്പോൾ ഒരു റീച്ചിന് വേണ്ടി ജീവൻ വന്നത് വിളിച്ച് പറയുമോ എന്നൊന്നും നമുക്കറിയാൻ പാടില്ല. എന്തൊക്കെയായാലും ഇപ്പൊ അനുമോളുടെ വിവാഹം കഴിഞ്ഞു, നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെ അനുമോൾക്ക് നേരുകയാണ് കേട്ടോ. അപ്പോൾ കഴിഞ്ഞ ദിവസം അനുമോളുടെ ഹസ്ബൻഡ് ഭുവനേശ്വരൻ വന്നിരുന്നിട്ട് ഒരു കുഞ്ഞു ബൈറ്റ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമുക്കൊന്ന് കണ്ടു നോക്കാം. എന്തായാലും ഒരു വർഷങ്ങളായിട്ട് റിലേഷൻഷിപ്പിലുള്ള രണ്ട് വ്യക്തികൾ തന്നെയാണ്. ഭുവനേശ്വർ പക്ഷേ കണ്ടപ്പോൾ എനിക്ക് തോന്നുന്നു പൊതുവെ ഒരു ഇൻട്രോവേർട്ട് ആണെന്ന് തോന്നുന്നു. കാരണം ഒരു പതുങ്ങിയിരിക്കുന്ന ടൈപ്പ്. പക്ഷെ അനുമോൾ അങ്ങനെയല്ല, എവിടെയും പിടിച്ചു കയറി സംസാരിക്കാനും കൗണ്ടർ അടിക്കാനും ഒക്കെ പറ്റിയത് അത്യാവശ്യം നല്ല വാബോയ ഒരു കോടാലി എന്ന് വേണമെന്നെങ്കിൽ തന്നെ നമുക്ക് അനുമോളെ വിശേഷിപ്പിക്കാം കേട്ടോ. അപ്പൊ അനുമോൾ അങ്ങനെ ഒരു ടൈപ്പാണ്. സോ അനുമോള് ഹസ്ബൻഡും കൂടെ ഉള്ള ഒരു ബൈറ്റ്, അതായത് അവർ കഴിഞ്ഞ ദിവസം വിവാഹത്തിന് ശേഷം വിട്ട അവരുടെ വിവാഹത്തെക്കുറിച്ചും അതുപോലെ തന്നെ വിവാഹം നടന്നതിനെ പറ്റിയും അതുപോലെ തന്നെ റിലേഷൻഷിപ്പിനെ പറ്റിയൊക്കെ പറയുന്ന ഒരു ബൈറ്റ് ഞാനിവിടെ നിങ്ങൾക്ക് വേണ്ടിയിട്ട് പ്ലേ ചെയ്യാം. സോ വീഡിയോ മുഴുവൻ കാണുക, വീഡിയോ മുഴുവൻ കണ്ട് തീർക്കണം കേട്ടോ നിങ്ങൾ. അപ്പോൾ ആ ഒരു ക്ലിപ്പ് കൂടി, അവരുടെ റിലേഷൻഷിപ്പിനെ പറ്റി പറയുന്ന ഒരു ക്ലിപ്പ് കൂടി ഞാൻ ഇവിടെ ആഡ് ചെയ്യാം. നമ്മുടെ രാവിലത്തെ മെയിൻ വെഡ്ഡിങ്, അതായത് നമ്മുടെ ഗുരുവായൂരിലെ മെയിൻ വെഡ്ഡിങ് കഴിഞ്ഞു. അത് കഴിഞ്ഞ് നമ്മുടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ചെയ്യാനായിട്ട് ഇവിടെ പ്രോപ്പർട്ടിയിൽ വന്നു. അത് കഴിഞ്ഞ് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് കഴിഞ്ഞ് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് സമയം 3 മണിയായി. 3 മണിയായോ? യെസ്, കറക്റ്റ് 3 മണിയായിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും വന്നിട്ടുണ്ട്. വളരെ കുറച്ച് പേര്, 100 പേരെ ഞങ്ങൾ വിളിച്ചിട്ടുള്ളൂ. ഫാമിലി മെമ്പേഴ്സായിരുന്നു കൂടുതലും. പിന്നെ എൻ്റെ കൂടെ വർക്ക് ചെയ്ത കുറച്ച് പേരെ ഞാൻ ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. പിന്നെ എല്ലാവരും ഞാൻ റിസപ്ഷനാണ് വിളിച്ചിരിക്കുന്നത്. അപ്പോൾ എന്തായാലും ഭയങ്കര ഹാപ്പിയാണ്. കാരണം വിചാരിച്ചതിനേക്കാൾ നന്നായിട്ട് ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ് ആഘോഷിക്കാൻ പറ്റി അല്ലേ? അതെ, മൊത്തത്തിൽ മേക്ക് ഓവർ ആണെങ്കിലും എല്ലാം ഭയങ്കര ഭംഗിയായിരുന്നു കാണാനൊക്കെ. മേക്കപ്പ്, സിജൻ്റെ മേക്കപ്പ്, പിന്നെ നമ്മുടെ ജ്വല്ലറിക്ക് ഒരുപാട് പേർക്ക് ജ്വല്ലറി ഇഷ്ടപ്പെട്ടു. നമ്മുടെ ഭീമയിൽ നിന്നാണ് ഞാൻ ജ്വല്ലറി എടുത്തിരിക്കുന്നത്. പിന്നെ വേറെ എന്താ, ഇത് മൊത്തത്തിൽ സ്റ്റൈൽ ചെയ്തത് നമ്മുടെ അമൃതയാണ്, സ്റ്റൈലിസ്റ്റ് അമൃതയാണ്. അപ്പം എല്ലാവരും ഒത്തിരി സന്തോഷവും നന്ദിയുണ്ട്. കാരണം ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ഭംഗിയായിട്ടാണ് എല്ലാവരും എനിക്കത് ചെയ്തു തന്നത്. അറേഞ്ച്മെൻറ്റ്സ് ആണെങ്കിലും നമ്മുടെ ഇവൻറ്റ് ടീം ഗ്രാൻഡോയ് അവരും നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. ആൻഡോ എനിക്ക് നന്നായിട്ട് ചെയ്ത് തന്നിട്ടുണ്ട്. അപ്പം നമ്മുടെ ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിൽ മെയിൻ കേരള വെഡ്ഡിങ് ഇവിടം കൊണ്ട് കഴിയുകയാണ്. ഇനി ഒരു തമിഴ് വെഡ്ഡിങ് കൊണ്ട് ഞാൻ ഷൂട്ട് ചെയ്യാണ്. ഭുവൻ തമിഴായതുകൊണ്ട്
ഞങ്ങൾ ഒരു തമിഴ് ഫോട്ടോഷൂട്ടും കൂടെ ചെയ്യുന്നുണ്ട്. അതെ, അപ്പോൾ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. അപ്പം പറയാം ഭുവ, ഇനി എന്താ പറയാ, വർക്ക് ഇഷ്ടപ്പെട്ടോ ഡ്രസ്സൊക്കെ? ഭുവന്റെ ഡ്രസ്സ് ബൈ അഞ്ജലി ആട്ടോ. காஸ்டியூம் வந்து எனக்கு ரொம்ப இஷ்டப்படும். லைக் இதோட டிசைன்ஸ் எல்லாமே ரொம்ப லைக் சூப்பராக இருக்கு. നല്ല நான் வந்திருக்கோம் நிறைய பேர் சொல்லிட்டு இருந்தாங்க காஸ்டியூம் சூப்பராக இருக்குல்ல. അത് നമ്മൾ നേരത്തെ നമ്മൾ റെഫറൻസ് ഭുവൻ അറിയില്ലായിരുന്നു റെഫറൻസിന്റെ കാര്യം. எனக்கு வந்து കാരണം டோட்டல் blank காஸ்டியூம் பத்தி டோட்டல் കോസ്റ്റ്യൂമിനെ പറ്റി ഭുവൻ ഒന്നും അറിയില്ല, എല്ലാം ഞാൻ നോക്കിക്കോളാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പം ഏറ്റവും ഇതായിട്ടുള്ള എല്ലാ ഔട്ട്ഫിറ്റും, റിസപ്ഷൻ്റെ ഔട്ട്ഫിറ്റ് പോലും ഭുവനേഷിന് അറിയത്തില്ല, മെഷർമെൻറ്റ് മാത്രം ഞാൻ എടുത്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇതുവരെ എടുത്തിട്ടുള്ള എല്ലാ ഫംഗ്ഷൻ്റെയും ഔട്ട്ഫിറ്റ് ഭുവനേഷ് അന്നാണ് കാണുന്നത് അല്ലേ. പക്ഷേ ഇതുവരെ ഒന്നും ഇഷ്ടപ്പെട്ടില്ല എന്ന് ഭുവൻ ഇതുവരെ പറഞ്ഞിട്ടില്ല. ഇന്നത്തെ ഔട്ട്ഫിറ്റ് കണ്ടപ്പോഴും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ബൈ അഞ്ജലി എന്നാണ് നമ്മൾ ഔട്ട്ഫിറ്റ് ചെയ്തിരുന്നത്. ഭയങ്കര ഹാപ്പിയിലാണ്. പിന്നെ കുറച്ച് ടയേർഡും ആണ്, കാരണം ഇത്രയും ടൈം രാവിലെ നമ്മൾ ഉറങ്ങാതെ ഇരുന്ന് ആ ഒരു നിമിഷത്തിന് 2 days വരെ 2 days ഞാൻ കുറച്ച് ദിവസമായി ഉറങ്ങിയിട്ട്. ഭുവനേഷ് ഇന്നലെയൊക്കെ ഉറങ്ങി 12 മണി. ശരിക്കും നല്ലൊരു അടിപൊളി കപ്പിൾസ് തന്നെയാണ് കേട്ടോ. ശരിക്കും നല്ല രസമാണ്. ശരിക്കും നിങ്ങളൊന്ന് നോക്കിയാൽ അടിപൊളിയാണ് രണ്ടുപേരെയും കാണാൻ വേണ്ടിയിട്ട്. സെയിം ഹൈറ്റും കാര്യങ്ങളും ഒക്കെ ആയിട്ട് നല്ല അടിപൊളി നല്ല ക്യൂട്ട് കപ്പിൾസ് തന്നെയാണ് കേട്ടോ. അപ്പോൾ എനിക്ക് തോന്നുന്നു അനുമോള് മാട്രിമോണി വഴി തന്നെ സെറ്റാക്കിയതാവാനാണ് ചാൻസ് ഭുവനേഷിന്. വർഷങ്ങളായിട്ട് ഇവർ ചിലപ്പോൾ റിലേഷൻഷിപ്പിലായിരുന്നിരിക്കാം. പക്ഷെ ഒരു ഒറ്റ ചാനൽ ഇതിന് ശേഷം എത്ര ഇന്റർവ്യൂസിന് പോയ വ്യക്തിയാണ് അനുമോള്. എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ പോയ സമയത്ത് പോലും റിലേഷൻഷിപ്പ് ഉണ്ടായിരുന്നിരിക്കാം. എന്നിട്ട് പോലും അതിലൊരു വാക്കും പുറത്ത് പറഞ്ഞില്ല എന്നുണ്ടെങ്കിൽ അനുമോളുടെ ഗഡ്സ് ഒന്ന് സമ്മതിക്കണം കേട്ടോ. അനുമോളുടെ മനസ്സിൽ നിന്ന് ആ ഒരു സംഭവം പുറത്ത് വന്നില്ല എന്നുണ്ടെങ്കിൽ അത് നിങ്ങൾ സമ്മതിച്ച് കൊടുത്തേ പറ്റൂ അനുമോക്ക്. ഓക്കെ, അപ്പോ എന്തായാലും ഭുവനേഷ് ഒരു തമിഴ്നാട്ടുകാരനാണ്. നമ്മുടെ എനിക്ക് ശരിക്കും ബുവാ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് ശരിക്കും ഓർമ്മ വരുന്നത് മറ്റേ പാണ്ടിപ്പട സിനിമയില് ഭുവനചന്ദ്രൻ എന്നാണല്ലോ ദിലീപിന്റെ പേര്. അപ്പൊ മറ്റേ ആംബുലൻസിൽ കിടക്കുന്ന സമയത്ത് ബുവാ എന്ന് വിളിക്കുമ്പോ, സലിംകുമാർ കടന്ന് വിളിക്കുമ്പോ ദിലീപേട്ടൻ ആംബുലൻസിലോട്ട് കയറി ചെല്ലുമ്പോ നീ എന്റെ അങ്ങനെങ്കിലും ആ പേരെടുത്ത് നീ എന്നെ ഒന്ന് വിളിച്ചല്ലോടാ എന്ന് പറയുമ്പോ സലിംകുമാർ പറയുന്നൊരു ഡയലോഗ് ഉണ്ട്, ഞാൻ നിന്നെ വിളിച്ചതല്ല, ഞാൻ ഡ്രൈവറോട് പോവാം എന്ന് പറഞ്ഞതാണെന്നുള്ളൊരു ഡയലോഗ് ഉണ്ട്. ശരിക്കും ഇത് കേൾക്കുമ്പോൾ അനുമോള് ബുവാന്ന് വിളിക്കുമ്പോൾ എനിക്ക് ശരിക്കും അതാണ് ശരിക്കും പറഞ്ഞ ഞാൻ ഓർമ്മ വരുന്നത് കേട്ടോ. ഓക്കെ, ബാക്കിയോടെ കണ്ടുവെക്കാം. ഞാനോ ഒരു ടൈമില്ല സാപ്പിട്ടോ. ഞാനാ നമ്മ ഇന്ന് ഒരു ടൈം സാപ്പിട്ടെ. ഇന്നലെ ഒരു ടൈം, ഞാൻ ഇന്നലെ ഒരു ടൈം നൈറ്റ്. ഭുവൻ ഒരു ടൈം ഒരു ചപ്പാത്തി. ഞാനും 2 ചപ്പാത്തി. ഞാൻ 2 ചപ്പാത്തി കഴിച്ചു. അപ്പോൾ നമ്മൾ എന്തിനാ ചപ്പാത്തിൻ്റെ കഥ പറയാനാ? ഓക്കെ, അപ്പോൾ എന്താ പറയാൻ വന്നേ? അങ്ങനെ എന്താ പറയേണ്ടത് സത്യം പറഞ്ഞ എനിക്ക് അറിയില്ല കേട്ടോ. സത്യമായിട്ടും ഒരുപാട് കഷ്ടപ്പെട്ട് ഒരുപാട് കഷ്ടപ്പെട്ടോ. അത് നമ്മുടെ കല്യാണത്തിന്റെ ഭാഗമാണ്, ഒരു പാർട്ടാണല്ലോ ഇതൊക്കെ കഷ്ടപ്പെടാന്നുള്ളത്. അതൊക്കെ ഒരു എക്സ്പീരിയൻസ് ആണ്. നമുക്ക് ഈ ഒരു എക്സ്പീരിയൻസ് എപ്പോഴും കിട്ടത്തില്ല. കല്യാണം എന്നൊക്കെ പറയുമ്പോൾ ഒരു പ്രാവശ്യം നമുക്ക് കിട്ടുള്ളൂ. രാവിലെ എണീറ്റ് നമ്മൾ ഉറങ്ങാതെ രാവിലെ അമ്പലത്തിൽ പോയി താലി കെട്ടുക, അവിടെ നിന്ന് നേരെ വന്ന ഡെസ്റ്റിനേഷൻ വെഡ്ഡിങ്ങിന് ലൊക്കേഷൻ പോയി വേറൊരു മേക്ക് ഓവറിൽ പോവുക, നമ്മൾ ഇഷ്ടപ്പെടുന്നവരൊക്കെ വന്ന് നമ്മളെ അതെ നമുക്കൊന്ന് ബ്ലെസ്സിങ് തന്ന് നമ്മളോട് ഭയങ്കര സ്നേഹത്തിൽ നിന്ന്, അപ്പോൾ അവരോട് എൻജോയ് ചെയ്ത് ഈ ഒരു ഫംഗ്ഷൻ നന്നായിട്ട് കൊണ്ടുപോകാന്നൊക്കെ പറയുന്നത് അത് നമുക്ക് എപ്പോഴും വരുന്നില്ല. ഇനി വേറൊരു സെലിബ്രേഷൻ എന്നൊക്കെ പറയുമ്പോൾ ഇനി അടുത്ത് ബേബിയോ അങ്ങനെയൊക്കെ വരുമ്പോഴൊക്കെ ആയിരിക്കും. നെക്സ്റ്റ് പ്ലാൻ ഇപ്പോഴില്ല കേട്ടോ, നെക്സ്റ്റ് പ്ലാൻ. അപ്പോൾ അങ്ങനെയൊക്കെ അതൊക്കെയാണ് ഇതുപോലെ നമ്മളെല്ലാവരെയും കാണുന്നത്. അപ്പം ഇതെനിക്ക് ഞാൻ ഭയങ്കരമായിട്ട് എത്ര ടയേർഡാണെങ്കിലും ഞാൻ അതങ്ങ് അഡ്ജസ്റ്റ് ചെയ്യും, കാരണം എനിക്കിഷ്ടമാണ് ഇതൊക്കെ, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ അങ്ങനെയൊക്കെയാണ്. വേറെ എന്താ? അപ്പം ഈ ഒരു കല്യാണമൊക്കെ നിങ്ങളെല്ലാവരും കണ്ടു കാണും. പല മീഡിയ പേജിലും വന്നിട്ടുണ്ടായിരുന്നു, യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ. അപ്പോൾ എല്ലാവരും കണ്ടു, ഒരുപാട് കമൻസൊക്കെ ഞാൻ കണ്ടു, നെഗറ്റീവും പോസിറ്റീവും ഒക്കെ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്നും സാരമില്ല, പോസിറ്റീവ് ഇടുന്നവരും നെഗറ്റീവ് ഇടുന്നൊക്കെ അത് അവരുടെ ഇഷ്ടമാണ്. എന്തായാലും പോസിറ്റീവ് ഇട്ട ആൾക്കാരോട് പറയാമെന്ന് വെച്ചാൽ ഒത്തിരി സന്തോഷം. ഒരുപാട് പേര് വിഷ് ചെയ്തിട്ടുണ്ടായിരുന്നു, കൺഗ്രാറ്റ്സ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞങ്ങൾക്ക് വേണ്ടിയിട്ട്. അപ്പോൾ അവരോട് എല്ലാവരുടെയും സ്നേഹവും പിന്നെ എല്ലാവരോടും സ്നേഹം മാത്രം. പിന്നെ നിങ്ങളുടെ പ്രാർത്ഥനയും അനുഗ്രഹമൊക്കെ വേണം. പിന്നെ എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ട്. അപ്പോൾ അവർ ഇനി മുതൽ ഭുവനേഷിനെ ഏറ്റെടുക്കുക, ഭുവനേഷിനെ അതുപോലെ സ്നേഹിക്കുക, സപ്പോർട്ട് ചെയ്യുക. ഭുവനേഷിൻ്റെ എന്താണ് ഫീൽഡ്, എന്താണ് ഒരുപാട് ഞാൻ ഇത് ക്യാപ്ഷനൊക്കെ കണ്ടു, ആക്ടറാന്നൊക്കെ. ആക്ടർ. അപ്പോൾ ഞാൻ ഇങ്ങനെ ആലോചിക്കും, ആക്ടറോ? അപ്പൊ എന്താണ് ഏത് ഫീൽഡ് ഏത് പ്രൊഫഷൻ എന്നൊക്കെ ഉള്ളത് ഞാൻ വഴി അറിയിക്കാം അല്ലേ ബുവ? യെസ്. പക്ഷെ ബുവന്റെ വേണ്ട,
ആ പ്രൊഫഷൻ എന്താണെന്നുള്ളത് ബോ ഇതുവരെ റിവീൽ ചെയ്തിട്ടില്ലല്ലേ. അതൊക്കെ ഞാൻ വഴിയെ കാണിച്ചു തരാം എന്താണെന്നുള്ളത്. ഒരുപാട് പേരുടെ തെറ്റിദ്ധാരണയൊക്കെ ഉണ്ട്, അതൊക്കെ മാറ്റിത്തരാം. വേറെന്താ, പിന്നെ ബോൻ്റെ വീട്ടിൽ ആരൊക്കെയുണ്ട്, പിന്നെ എവിടെയാണ് വീട്, സ്ഥലം, അതൊക്കെ ഞാൻ വഴിയെ എൻ്റെ വ്ളോഗിൽ ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ ഇനി അങ്ങോട്ട് ഫുൾ കാണിക്കാൻ പോകുന്നതെല്ലാം കല്യാണ വിശേഷങ്ങളും ഹൽദി, മെഹന്തി, പ്രീ വെഡിങ് അങ്ങനെയുള്ളതും പർച്ചേസും കാര്യങ്ങളൊക്കെയാണ്. ഇതൊക്കെ നമ്മൾ നേരത്തെ ഷൂട്ട് ചെയ്ത് വെച്ചു. അതുകൂടാതെ വേറൊരു സർപ്രൈസും കൂടി അതിൻ്റെ കൂടെ ഉണ്ട്. അത് ചിലപ്പോൾ ഇത് കേൾക്കുമ്പോൾ പെട്ടെന്ന് നിങ്ങൾക്കൊരു ഷോക്കാവും. ഇതൊക്കെ എപ്പോൾ എന്ന് ആ ഒരു ഷോക്ക് നിങ്ങൾക്ക് വരും. അതെന്താന്നുള്ളത് ഞാൻ ലാസ്റ്റ് ഈ വീഡിയോ എല്ലാം ഇട്ട് ഇൻസ്റ്റയിൽ എല്ലാ വീഡിയോയും പോസ്റ്റും പ്രീ വെഡിങ്ങും ഹൽദി എല്ലാം ഇട്ട് പോസ്റ്റ് വെഡിങ് വരെ കഴിഞ്ഞിട്ടായിരിക്കും ആ ഒരു പോസ്റ്റ് വരുന്നത് ഇൻസ്റ്റാഗ്രാമിൽ. അത് എന്താണെന്നുള്ളത് സർപ്രൈസാണ് കേട്ടോ. അത് ആർക്കും അറിയത്തില്ല, ഫാമിലിയിൽ ഫാമിലിയിൽ മാത്രം ഉള്ളവർക്ക് മാത്രം അറിയാം. പിന്നെ അവിടെ ഇവിടെയൊക്കെ ആ ന്യൂസും പോയിട്ടുണ്ട്. അതെന്തെങ്കിലും ആവട്ടെ, സാരമില്ല. അപ്പോൾ അത് നമ്മൾ ലാസ്റ്റ് ആകുമ്പോൾ നമ്മളത് അറിയിക്കും കേട്ടോ. അപ്പോൾ താങ്ക് യു സോ മച്ച്. കാരണം ഒരുപാട് പേര് ഇപ്പോഴും മെസ്സേജ് അയക്കുന്നുണ്ട്. ഇൻസ്റ്റയിലും ഫേസ്ബുക്കിലും യൂട്യൂബിലൊക്കെ മെസ്സേജ് അയക്കുന്നുണ്ട്, വാട്സപ്പ് ഉൾപ്പെടെ. ഒരുപാട് പേര് എനിക്ക് വിളിക്കാനൊന്നും പറ്റിയിട്ടില്ല. ഇനി അറിയില്ല ഇനി ആരൊക്കെ മെസ്സേജ് അയക്കുമ്പോഴാണ് ദൈവം ആരൊക്കെ വിളിച്ചില്ല എന്നുള്ളതെന്ന് അറിയുന്നത്. കാരണം കല്യാണം ആകുമ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ, ഫുൾ ടെൻഷനും കാര്യങ്ങളാണ് ഓരോ കാര്യങ്ങൾ നമ്മൾ ചെയ്ത് വരുമ്പോൾ. അപ്പോൾ എന്തായാലും കല്യാണം വിളിച്ചില്ല എന്നുള്ള പരാതി എന്തായാലും ഞാൻ കേൾക്കും. അപ്പം നിങ്ങൾ വെറും എന്താ പറയുക, ദയവ് എന്നോട് ദേഷ്യമൊന്നും പാടില്ല. കാരണം നമുക്ക് ഇത്ര ആളെ വിളിക്കണം എന്നുള്ളൊരു ലിമിറ്റ് ഉണ്ട്, ഒന്നാമത്തെ കാര്യം. പിന്നെ നിങ്ങളുടെ എല്ലാവരുടെയും സ്നേഹവും പ്രാർത്ഥനയാണ് എനിക്ക് ഏറ്റവും വലുത്. ഞാൻ ഹാപ്പി ആയിട്ടിരിക്കുക എന്നുള്ളതാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം. അപ്പം നിങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥനയും സ്നേഹം എപ്പോഴും ഉണ്ടാവണം. എവിടെയെങ്കിലുമൊക്കെ വെച്ച് എന്നെ സ്നേഹിക്കുന്നവരെ എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം, എന്നെയും ബോനെയും എവിടെയെങ്കിലുമൊക്കെ വെച്ച് കാണാം. ഓക്കെ, അങ്ങനെ കാണുന്ന അനുമോൾക്ക് നല്ലൊരു ജീവിതം തന്നെ ഉണ്ടാവട്ടെ. ശരിക്കും ഒരു പാവം പിടിച്ച കൊച്ചൊക്കെ തന്നെയാണ് കേട്ടോ. പിന്നെ ബിഗ് ബോസിൽ പോയപ്പോൾ എനിക്കൊന്ന് ആ PR വിനുവിന് ഇത്ര ലക്ഷങ്ങളൊക്കെ വാരി എറിഞ്ഞു കൊടുത്ത് പോയതിനോടുള്ള എനിക്ക് വിയോജിപ്പ്. അല്ലാതെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ പുള്ളിക്കാരി അടിപൊളി തന്നെയാണ്. നല്ലൊരു ദാമ്പത്യ ജീവിതം തന്നെ, ദീർഘം സുമംഗലി ഭവ എന്നൊക്കെ പറയില്ലേ, അതുപോലെ തന്നെ ആശംസകളൊക്കെ നേരെയാണ് കേട്ടോ. അപ്പോൾ എന്തായാലും കല്യാണത്തിന് ശരിക്കും കുറച്ച് ആളുകളൊക്കെ വിളിച്ചിട്ടുള്ളൂ. എനിക്കൊന്ന് ബോന്റെ ഫാമിലി പക്ഷെ അതിൽ ഇല്ലായിരുന്നു എന്നാണ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് തോന്നുന്നത്. അതൊക്കെ എന്താണെന്നുള്ളതൊക്കെ അനുമോൾ ഇനി വരും വീഡിയോകളിൽ ചിലപ്പോൾ മേ ബി പറയുമായിരിക്കും. ഇനി ചെറുക്കനെ അവിടുന്ന് അടിച്ചുകൊണ്ട് വന്നതാണോ എന്ന് പോലും നമുക്ക് സംശയമുണ്ട് കേട്ടോ. തമിഴ്നാട്ടിൽ നിന്ന് ഇവർ അടിച്ചു മാറ്റി കൊണ്ടുവന്നത് ചെറുക്കനെ അവിടുന്ന് ഒളിച്ചോടി അനുമോളോടൊപ്പം വന്നതാണെന്ന് പോലും എനിക്ക് ചെറിയ സംശയമുണ്ട്. ചെറുക്കൻ എന്തായാലും ആകെ കിളി പറഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയാണ് കേട്ടോ. ശരിക്കും എവിടെ അങ്ങോട്ട് നോക്കിയാലും ഫുള്ള് യൂട്യൂബേഴ്സും മീഡിയ, എന്ത് പറയണം എന്ത് ചെയ്യണം എന്നൊന്നും അറിയാമില്ല. നേരെ നടന്നു പോകുന്ന വഴിക്ക് വരെ ഫുള്ള് മീഡിയാസ് അങ്ങ് ഫുള്ള് വളയാണ് പുറത്തോട്ടിറങ്ങുന്ന സമയത്ത് പോലും. ഇനിയിപ്പോൾ എന്തായാലും അങ്ങോട്ട് യൂട്യൂബിൽ ശരിക്കും അനുമോളുടെ വീഡിയോസും കാര്യങ്ങളൊക്കെ ട്രെൻഡിങ് ലിസ്റ്റ് ഒന്നിൽ തന്നെ വരാനുള്ള നല്ല ചാൻസ് ഉണ്ട്. ഇവരിനിപ്പോൾ കപ്പിൾ വ്ലോഗ്സും കാര്യങ്ങളൊക്കെ സെറ്റായിട്ട് തന്നെ മുന്നോട്ട് പോകാനുള്ള സാധ്യതയും മുന്നിൽ കാണുന്നുണ്ട്. ബാക്കി കാണാം. അവരൊക്കെ ഒരുപാട് പേര് വന്ന് എന്നോട് സംസാരിക്കാറുണ്ട്. ഓക്കെ, അപ്പോൾ വേറൊന്നും പറയാനില്ല, ഇതൊക്കെ തന്നെയുള്ളൂ. അപ്പോൾ ബാക്കി വിശേഷങ്ങളൊക്കെ പതിയെ വരും. ബൈ. എന്തെങ്കിലും പറയണ്ട? ബൈ. இல்ல எல்லாத்தையும் நீயே பதிஞ்சிட்டு எல்லாத்தையும் A to Z இவ்வளோ பண்ணிட்டா. ஆனால் லைக் ஒருபாடு ரொம்ப லைக் இந்த ஃபங்க்ஷனுக்கு ரொம்ப கஷ்டப்பட்டான். அது மாத்திரம் எனக்கு மனசிலாச்சு. நானா? ஏன்னா எல்லா ஒர்க்கும் இப்போ தான் பார்த்தேன். சிங்கிள் ஒரு உமனா சிங்கிளாக சிங்கப்பெண்ணு பாருடா. சிங்கப்பெண் தமிழ்நாட்டில் சிங்கப்பெண்ணாலையோ? ஆமா, കേരളത്തിൽ എല്ലാവരും എന്നെ സിംഗപ്പെണ്ണെന്നാ വിളിക്കുന്നത്. எல்லா സിംഗപ്പെണ്ണേ ഒരു സോങ് ഇല്ലേ? சிங்கிளாக எல்லா காரியமும் இவ தான் பார்த்துக்கிட்டேன். A to Z எதுவுமே கிடையாது. இவரோட ஃபுல் ஹார்ட் ஒர்க் மட்டும்தான் இந்த மேரேஜ் ஃபுல்லாகவே. പക്ഷെ ബാക്ക് സപ്പോർട്ട് ഉണ്ടായിരുന്നു കേട്ടോ ബോന്റെ സപ്പോർട്ട് ഉണ്ടായില്ല. പക്ഷെ ബോന് എല്ലാം സിമ്പിളായിട്ട് നടത്തണമെന്ന് പറഞ്ഞ ആഗ്രഹം. ഗുരുവായൂർ ടെമ്പിളിൽ മാരേജ് സ്റ്റോപ്പ്, അത് മതി എന്ന് പറഞ്ഞൊരാളാണ്. പക്ഷെ ഞാൻ പറഞ്ഞില്ല, കല്യാണം ഒന്നേ ഉള്ളൂ പോവാ. എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് എനിക്ക് കല്യാണം നടത്തണം, ഇതുപോലെ വലിയ ഗ്രാൻഡായിട്ട് നടത്തണം. എനിക്കിതുപോലെ കുറച്ച് ആൾക്കാരെ വിളിക്കുന്നുണ്ടെങ്കിൽ പോലും എല്ലാ ഫംഗ്ഷനും വെക്കണം എന്നൊക്കെ എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ് കേട്ടോ. സത്യം പറയാമല്ലോ, കുറേ നാളത്തെ ആഗ്രഹമാണ് എനിക്ക്. ഈ പ്രീ വെഡ്ഡിങ് വെക്കണം, ബ്രൈഡ് ടു ബി വെക്കണം, ഹൽദി വെക്കണം, മെഹന്തി വെക്കണം, പിന്നെ ക്രിസ്ത്യൻ ബ്രൈഡൽ ഷൂട്ട് ചെയ്യണം, അങ്ങനെയുള്ള തമിഴ് വെഡ്ഡിങ് ഷൂട്ട് ചെയ്യണം. ഇതൊക്കെ എനിക്ക് എൻ്റെ ഏറ്റവും വലിയ ഡ്രീമാണ്. അതൊക്കെ നടന്നു കഴിഞ്ഞു, ഭംഗിയായിട്ട് നടന്നു കഴിഞ്ഞു. അതൊക്കെ ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ ഞാൻ പോസ്റ്റ് ചെയ്യാം കേട്ടോ. അതൊക്കെ നിങ്ങൾ കാണണം, യൂട്യൂബിലിടും ഞാൻ ആ വീഡിയോ, കാണണം, സപ്പോർട്ട് ചെയ്യണം. ഇനി അങ്ങോട്ടുള്ള എല്ലാ വിശേഷങ്ങളും നമ്മുടെ ലൈഫിലുള്ള ഓരോ ദിവസത്തിൻ്റെ വിശേഷങ്ങളൊക്കെ നമ്മൾ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യും അല്ലേ? ഓക്കെ, ഞാൻ പറഞ്ഞില്ല, ഇനിയിപ്പോൾ യൂട്യൂബിൽ ശരിക്കും ഞാൻ ട്രെൻഡിങ് ലിസ്റ്റിൽ വരാൻ പോകുന്ന വീഡിയോസ് ഫുൾ അനുമോളുടേതായിരിക്കും. അപ്പോൾ
അനുമോളുടെ ജീവിതം അങ്ങോട്ട് അങ്ങനെ തന്നെ സുന്ദരമായി സുരഭിലമായിട്ട് തന്നെ പൂത്തണിഞ്ഞു പോട്ടെ. അപ്പോൾ എന്തായാലും പുള്ളിക്കാരി ശരിക്കും ലൈഫിൽ ഒരുപാട് സ്ട്രഗിൾ ചെയ്ത് വെക്കണുണ്ടോ. എനിക്കൊന്ന് അച്ഛനൊക്കെ നല്ലപോലെ കഷ്ടപ്പെട്ട് വളർത്തി വലുതാക്കിയ ഒരു മോളാണ് അനുമോൾ. സോ ഈ ഒരു ലെവലിൽ എത്തിയപ്പോൾ എനിക്കൊന്ന് അച്ഛൻ്റെ ആ ജോലിക്ക് പോകുന്ന കാര്യങ്ങളൊക്കെ അനുമോൾ സ്റ്റോപ്പ് ചെയ്തിട്ട് അച്ഛനെ ബാക്ക് വീട്ടിലേക്ക് മാറ്റി. ഇപ്പൊ വീട്ടിൽ തന്നെ വെറുതെ ഇരുന്നാൽ മതി എന്നുള്ളൊരു ലെവലിലേക്ക് എത്തിച്ചു. നല്ലൊരു വീട് വെച്ചു, കാറ് വാങ്ങി, ഇപ്പം നല്ലൊരു വിവാഹം കഴിച്ചു. ഇതെല്ലാം ശരിക്കും നല്ലൊരു കുടുംബിനിക്ക് ചേർന്ന കാര്യം തന്നെയാണ്. അപ്പോൾ അനുമോൾക്ക് എൻ്റെ എല്ലാവിധ വിവാഹ മംഗളാശംസകളും. ഇനിയിപ്പോൾ അങ്ങോട്ട് ഇടുന്ന വീഡിയോസ് ഒക്കെ കാണാൻ വേണ്ടിയിട്ട് കാത്തിരിക്കുകയാണ്. സോ നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ജസ്റ്റ് കമന്റ്സിൽ രേഖപ്പെടുത്തട്ടോ. ഫേസ്ബുക്കിലാണ് കാണുന്നതെന്നുള്ളത് നിങ്ങൾ ജസ്റ്റ് ചാനൽ ഒന്ന് ഫോളോ ചെയ്യുക. യൂട്യൂബിലാണ് കാണുന്നതെന്നുള്ളത് ചാനൽ ജസ്റ്റ് സബ്സ്ക്രൈബ് ചെയ്ത് ഹൈപ്പ് എന്ന് പറഞ്ഞ ഓപ്ഷൻ കൂടെ കൊടുക്കുക. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണാം സുഹൃത്തുക്കളെ. അതുവരേക്കും ബൈ.